സ്മാർട്ടായിട്ട് ഓടിയൊക്കെയാണ്. ചക്കക്കുരുവിന്റെ ആണോ? ഗ്യാസിന്റെ ശല്യമല്ലോ. ഇന്ന് നല്ല ഉഷാറല്ലേ? മിനുട്ടി പറഞ്ഞു നീ ചക്കക്കുരു ഒരുപാട് കൊണ്ടുവരുന്നുണ്ടെന്ന്. പാട്ടാണോ അത്? പാട്ടിന് ചക്കക്കുരുവാ. വളരെ റെയർ ആണ് അത്. ചക്കക്കുരുവിന്റെ പാട്ടൊന്നും വേറെ അങ്ങനെ ഞാൻ ചക്കക്കുരു കൊണ്ടുവരണം. അത് ചെമ്മീനിട്ട് വരട്ടിന്ന് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? നീ ചക്കക്കുരു മാങ്ങ കൂട്ടിയിട്ടുണ്ടോ? ഇഷ്ടല്ല. അത് ഉണ്ടോ അവിടെ? കണ്ണൂർ ഭാഗത്ത് ഉണ്ടാക്കാറുണ്ടോ? പക്ഷെ ഞാൻ കഴിക്കില്ല. ആണല്ലേ? ചക്കക്കുരു മാത്രം കളഞ്ഞിട്ട് ബാക്കിയൊക്കെ കഴിക്കും. നല്ലോണം ആക്കും. അങ്ങനെയാണോ? അപ്പൊ ജഗത് കുട്ട എന്തോ ഇന്ന് ആ കളറ് മാച്ച് ചെയ്തിട്ടാണോ ആ ഷൂസ് ഇട്ടേക്കുന്നത്? ആണോ? ഞാൻ കണ്ടുപിടിച്ചു. എനിക്ക് ആ ട്രിക്ക് മനസ്സിലായി എന്താന്ന്. അപ്പൊ എത്ര ഷൂ ഉണ്ട്? 2. ആണോ? ഓക്കെ. പക്ഷെ അത് എല്ലാത്തിനും മാച്ച് ആവും അല്ലേ? എല്ലാത്തിനും മാച്ച് ആവും. ഓക്കെ. ഞാൻ പറഞ്ഞ പോലെ മൗനം ചെയ്തോ? വീട്ടില് മൗനം വല്ലതും ഉണ്ടോന്നോ? വെറുതെ പറയണായിരിക്കും. മൗനവ്രതം എടുത്തോ? അവനെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം അതാണ്. അച്ഛൻ നോക്കണ കണ്ടപ്പോ എനിക്ക് തോന്നി. ഫുഡ് കഴിക്കാതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോ ഇരിക്കും, പക്ഷെ മൗനം മാത്രം അവനെ കൊണ്ട് പറ്റൂല. ചിലപ്പോ മൗനത്തിനൊരു പവർ ഉണ്ട്. മൗനത്തിനൊരു പവർ ഉണ്ട്. ഭയങ്കര പവറാ. മൗനമായിട്ടിരുന്നു കഴിഞ്ഞാൽ പവർ നമുക്ക് ഓറ കൂടുന്നൊക്കെയാ പറയണത്. നമുക്ക് ഒരു പവർ ഉണ്ടാവുന്നൊക്കെയാ പറയണേ. റീൽസിൽ കണ്ടിട്ട് പറയുന്നതല്ലേ? എങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായി? അല്ല, പൊതുവെ അത് റീൽസും കണ്ടിട്ടുണ്ട്, അല്ലാതെ എനിക്കറിയാം. ചില ഒരു പോയിട്ട് ചില പുണ്യസ്ഥലങ്ങളിലെല്ലാം പോയി മൗനവ്രതം എടുക്കും. ശരിയാ. ഒരു പിന്നെ ശബ്ദം വയ്യായെങ്കിൽ മാത്രമൊന്നും അല്ല മൗനവ്രതം എടുക്കുന്നത്, അല്ലാതെയും മെഡിറ്റേഷനിലിരിക്കും. അതെ, ജഗത്ത് മൗനം എടുക്കാതെ പാടുന്ന പാട്ടേതാ? എണ്ണി എണ്ണി ചക്കക്കുരു ചെമ്മീനിട്ട് വരട്ടി. മൗനമായിട്ട് യാതൊരു ബന്ധമില്ല. അതെ, ഡീറ്റെയിൽസ് പറഞ്ഞോടാ. സിനിമ വാമനപുരം ബസ് റൂട്ട്, വർഷം 2004, മ്യൂസിക് സോനു ശിശുപാൽ സാർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് MG അങ്കിൾ. ഓൾ ദി ബെസ്റ്റ്. വരട്ടിക്കങ്ങട്. ഓൾ ദി ബെസ്റ്റ്. ഞാനും അതോങ്ങൾ മാത്രം കഴിച്ചു. ചക്കക്കുരു ചെമ്മീനിട്ട് വരട്ടി, ചെമനറിയാതെ ചെക്കൻ ചട്ടി വടിച്ചേ. എണ്ണി എണ്ണി ചക്കക്കുരു ചെമ്മീനിട്ട് വരട്ടി, ചെമനറിയാതെ ചെക്കൻ ചട്ടി വടിച്ചേ. ഒച്ച വച്ചു പറക്കണ കൊച്ചുവാലൻ കുരുവി, മച്ചും പുറത്തിരിപ്പുണ്ട് ലിവർ ജോണി. പന്തടിച്ചു പറത്തി വിടാം. എണ്ണി എണ്ണി ചക്കക്കുരു ചെമ്മീനിട്ടു വരട്ടി, ചെമനറിയാതെ ചെക്കൻ ചട്ടി വടിച്ചേ. എണ്ണി എണ്ണി ചക്കക്കുരു ചെമ്മീനിട്ടു വരട്ടി, ചെമനറിയാതെ ചെക്കൻ ചട്ടി വടിച്ചേ. അടിച്ചിരുത്തി കട്ടയിൽ കയറ്റു മാമൻ, അയ്യ മുട്ടയിൽ ചതയ്ക്കു മാമൻ. സിംഗം നീയടാ, തങ്കം നീയടാ, സിംഗളോ നിന്റേടാ, അയ്യ സിംഗളോ നിന്റേടാ. പഞ്ചായത്തു പാലം കേറി മിസ്സാവുന്ന ബസ്സോ നീ, ചെക്കിംഗ് ഇല്ല, ചെക്ക് പോസ്റ്റ് ഇല്ല, പോലീസിന്റെ ഓസോ ഇല്ല. കള്ളു വെക്കാൻ വന്നാലും കള്ളമാരെ കാണൂലയ്യ, ചാക്കി വെച്ചു പൊക്കിടുമയ്യ. എണ്ണി എണ്ണി ചക്കക്കുരു ചെമ്മീനിട്ടു വരട്ടി, ചെമനറിയാതെ ചെക്കൻ ചട്ടി വടിച്ചേ. ചക്കക്കുരു ചെമ്മീനിട്ടു വരട്ടി,
ചക്കക്കുരു ചെമ്മീനിട്ടു വരട്ടി ചേമനറിയാതെ ചെക്കൻ ചട്ടി വടിച്ചേ എണ്ണി എണ്ണി ചക്കക്കുരു ചെമ്മീനിട്ടു വരട്ടി ചേമനറിയാതെ ചെക്കൻ ചട്ടി വടിച്ചേ കൊച്ച വച്ചു പറക്കട്ട കൊച്ചുവാലൻ കുരുവി മച്ചും പുറത്തിരിപ്പുണ്ട് ലിവർ ജോണി കച്ചറയ്ക്കു കച്ച കെട്ടി കൊസറയ്ക്കു വരുന്നവരെ പന്തടിച്ചു പറത്തി വിടാം ഐലേസായേലോ ഐലേസ ഐലേസായേലോ ഐലേസ എണ്ണി എണ്ണി ചക്കക്കുരു ചെമ്മീനിട്ടു വരട്ടി ചേമനറിയാതെ ചെക്കൻ ചട്ടി വടിച്ചേ ഹൈവ, ഹൈവ, വ, ഹൈവ, ഹൈവ, വ, വ, ഹൈവ. Very good, very good. കളിക്കടേ തകർത്ത് താങ്ക് യു സാർ തകർത്ത് വാരി. താങ്ക് യു. എനിക്ക് ഇതുവരെയുള്ള നിന്റെ പെർഫോമൻസസ് ഒരു വ്യത്യാസം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ആ ക്യാമറ ഫോളോ ചെയ്തില്ലേ, അല്ല നോക്കി പാടിയില്ലേ? പാടിയത് അവിടെ ഏകദേശം സംസാരം പോലെയാണെങ്കിലും അത് പാടിയപ്പോഴത്തേക്കും അത് ആ സമയത്ത് അങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായില്ലേ, അത് ക്യാമറയിലോട്ട് നോക്കണം, പറയണം. അത് സബാഷ്. താങ്ക് യു സാർ. അത് സുഭാഷ്. താങ്ക് യു. അത് ജഗ്ഗു. താങ്ക് യു. അത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു സാർ. അപ്പൊ അത് ഇനി അടുത്ത ഈവൻ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾക്ക് പോലും ചിലപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. ശരിക്കും ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആണ് കാണേണ്ടത്. അപ്പോൾ ജഗ്ഗുവിന് മനസ്സിലാവും അതെന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി, ഓഡിയൻസിന് എങ്ങനെ ഫീൽ ഓഡിയൻസിന് എങ്ങനെ അത് ഫീൽ ചെയ്യുന്നുള്ളത്. പക്ഷെ എനിക്കൊന്നും വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. താങ്ക് യു സാർ. ഒരൊറ്റ പ്രശ്നം മാത്രം തോന്നി. പറഞ്ഞ ഈ ചക്കക്കുരു എന്ന് പറയുന്ന സാധനം അതിങ്ങനെ വറുത്ത് ഈ എണ്ണയിലൊക്കെ വറുത്തെടുത്താലേ അതിന്റെ മൊത്തം പോഷക ഗുണങ്ങൾ പോകും കേട്ടോ. അതെ, വേവിച്ച് കഴിച്ചാൽ നല്ലതാ. അതൊരു വലിയ പ്രശ്നമാണ്. അതാണ് പ്രശ്നം. അതുകൊണ്ട് ചക്കക്കുരു ഇങ്ങനെ ചെമ്മീനിട്ട് വരട്ടിയത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ചക്കക്കുരുവിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാമോ? നേരത്തെ പറഞ്ഞില്ലേ, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, വൈറ്റമിൻ ബി കോംപ്ലക്സ് ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, പല വൈറ്റമിൻസും ഉണ്ട്, പിന്നെ ഫൈബർ ഉണ്ട്. നമുക്ക് ദഹനത്തിന് നല്ല. പിന്നെ എന്തിനാണ് ഈ ചക്കക്കുരു കഴിക്കാൻ ഇത്ര കോംപ്ലക്സ്? ഈ കോംപ്ലക്സ് അത് ഞാനൊരു കോംപ്ലക്സിറ്റി ആയിപ്പോയി, എന്ത് ചെയ്യും. അപ്പൊ അത് ശ്രദ്ധിക്കാം കേട്ടോ എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് ഗിരീഷേട്ടനാണ് എഴുതിയത്. ഗിരീഷേട്ടൻ്റെ അടുത്ത് ചോദിക്കണമായിരുന്നു എന്തിനാ ഗിരീഷേട്ടൻ ഇങ്ങനെ വറുത്ത് കഴിക്കണമെന്ന്. അപ്പോ ഗിരീഷേട്ടനെ പിന്നെ ഓർമ്മിപ്പിച്ചതിന് ரொம்ப നന്ദി. ഈ പാട്ട് എങ്ങനെയാണോ പാടേണ്ട ആ വൈബിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു രീതിയിൽ പറയണമെങ്കിൽ സ്റ്റേജ് കുറച്ച് തൂക്കിയിട്ടുണ്ട്, ഒരുപാട് മൊത്തം തൂക്കിയിട്ടില്ലെങ്കിലും കുറച്ച് സ്റ്റേജ് തൂക്കി. അത് നന്നായിരുന്നു. ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ ശബ്ദത്തിന്റെ പ്രശ്നങ്ങൾ അധികം വന്നില്ല. ഞാൻ മേളിലോട്ട് പോയപ്പോഴത്തേക്കും പ്രശ്നം വരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും വന്നില്ല. നീ രക്ഷപ്പെട്ടടേ. രക്ഷപ്പെട്ടു അല്ലേ? അല്ലേ? അതെ. ജഗത് കുട്ട, എന്തോ പെർഫോമൻസ് റൗണ്ട് എവിടെയായിട്ട് ഒരു സ്റ്റെപ്പ് പോലും കാണിച്ചില്ലല്ലോ. അതാ ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നത്. അത് ഞാൻ പണ്ട് ആദ്യത്തെ പെർഫോമൻസ് റൗണ്ടില് സ്റ്റെപ്പ് ഇട്ടിട്ട് ഫുള്ള് ചീറ്റിപ്പോയി. എല്ലാരും ഒന്ന് കളിയാക്കലായിരുന്നു. അയ്യോ, അതുകൊണ്ടാണ് വിചാരിച്ചു. അപ്പൊ വീണ്ടും പൂർവാധികം ശക്തിയോടെ മര്യാദയ്ക്ക് പഠിച്ച് ചെയ്യണ്ടേ, അറിയണ്ടേ, പ്രൂവ് ചെയ്യണ്ടേ എല്ലാവരുടെ മുമ്പിൽ ഞാൻ നല്ലൊരു ഡാൻസ് ചെയ്യുന്നത്. അതെ അതെ, വിടുകൻ നന്നായി പാടി കേട്ടോ. നല്ല രസത്തിൽ പാടി. എന്താ പറയാ, ആ വേർഡ്സിനൊക്കെ കൊടുക്കേണ്ട ആ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ. എണ്ണി എണ്ണി ചക്കക്കുരു ചെമ്മീനിട്ടു വരട്ടി എന്ന് പറയുമ്പോ നല്ല രസം ഉണ്ടായിരുന്നു. ആ സ്ട്രെസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തു. വിടുകനായിട്ട് പാടി കേട്ടോ. നല്ല രസമായിരുന്നു. നല്ല എന്താ പറയാ, നല്ലൊരു ഗ്രിപ്പ് ഉണ്ടായിരുന്നു ആ പാട്ടിന്റെ മേളില്. നല്ല രസത്തിൽ പാടി. വേറെന്താ പറയണ്ടേ, ചെറിയൊരു ബ്രെത്ത് ഇഷ്യൂ വന്നോ അവസാനം, ചരണത്തിന്റെ അവസാനം. ആ ഒരു ബെല്ലും വേണ്ട ബ്രേക്കും വേണ്ട, അവിടെ ചെറിയൊരു ബ്രെത്ത് ഇഷ്യൂ വന്ന പോലെ ഫീൽ ചെയ്തു. ബ്രേക്ക് ഇട്ടു അവിടെ. ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയ കുഞ്ഞി സ്മോൾ ഇഷ്യൂസ്, ഇത്രയൊക്കെ തോന്നിയുള്ളൂ. ബാക്കിയൊക്കെ പെർഫോമൻസ് കിഡിലനായിരുന്നു കേട്ടോ. നല്ല കോസ്റ്റ്യൂം. എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്, ആ പടത്തില് ഏകദേശം ഇതുപോലത്തെ ഒരു ഇങ്ങനെയൊക്കെ ഇടുന്നുണ്ട് അല്ലേ. ഈ കോസ്റ്റ്യൂം എന്റെ ഫാമിലി റൗണ്ടിന് വന്ന് നാരായണൻ മാഷ് വാങ്ങി തന്ന. ശരി, അപ്പൊ ഓൾ ദി ബെസ്റ്റ് ജഗത് കുട്ട. നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ.
മീനുകൂടാ എന്തോ നമ്മുടെ ജഗ്ഗുവിന് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം. ആ. ഹെൽത്ത് ബെനിഫിറ്റ് ആണ്. അത് ഒന്നുകൂടെ ഈ ചക്കക്കുരുവിനെ പറ്റിയാണ്. ആ ഒരു 100 ഗ്രാം ചക്കക്കുരുവില് 4 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ആ എങ്ങനെയാണ്? 100 ഗ്രാം ചക്കക്കുരുവിൽ 4 4 ഗ്രാം ഗ്രാം പ്രോട്ടീൻ. ആ ഒരു ദിവസം നമുക്ക് 100 ഗ്രാം പ്രോട്ടീൻ എങ്കിലും വേണം. ആ അപ്പൊ എത്ര ഗ്രാം ചക്കക്കുരു കഴിക്കണം? 4 ഗ്രാം. ഏ? 4 ഗ്രാം. അല്ല, 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 100 അല്ല. ഗ്രാം ചക്കക്കുരുവിൽ 4 ഗ്രാം പ്രോട്ടീൻ. അതായത് ജസ്റ്റ് തിരിഞ്ഞു വരാ. എന്തായിരുന്നു അപ്പോൾ വേണ്ടത്? 100 ഗ്രാം പ്രോട്ടീൻ ഒരാൾക്ക് ഒരു ദിവസം ആവശ്യമുണ്ടെങ്കിൽ 400 ചക്കക്കുരു 4000 ആ, ആ. 4000 ചക്കക്കുരു 100 into 400 2500. ആ 2500 2500 കണക്കിന്റെ ആശാത്തി രാത്രി മുഴുവൻ ഉറക്കത്തിലും കണക്കാ. അതാണ്. അപ്പൊ അതിനർത്ഥം 100 ഗ്രാം പ്രോട്ടീൻ കിട്ടണമെങ്കിൽ 2500 ഗ്രാം ചക്കക്കുരു കഴിക്കണം. അയ്യോ, അതായത് 2.5 കിലോ കഴിക്കണം. 2.5 കിലോ. അത് ആ ദോഷമാവും. അതിൽ ദോഷമില്ല, അത് കഴിച്ചോട്ടോ. വീട്ടിൽ പോയിട്ട് ചക്കക്കുരുവിൽ അത് പ്രോട്ടീൻ മാത്രമല്ല, വേറെ പലതും ഉണ്ട്. അതുകൊണ്ട് അത് തിന്നരുത്. അല്ല ഇപ്പൊ ചക്കക്കുരുന്റെ പൗഡർ ഉണ്ട്, പ്രോട്ടീൻ പൗഡർ പോലെ അതിലുണ്ട്. ആ അവൈലബിൾ ആണ്. ഒരു ദിവസം പ്രോട്ടീന്റെ കണ്ടന്റ്. പിന്നെ എണീച്ച് നടക്കാനൊന്നും ചക്കക്കുരു പൗഡർ. ജഗ്ഗു ആ പൗഡർ വാങ്ങിച്ച് ഒരു 2.5 കിലോ ദിവസം കഴിച്ചോ. ഓക്കെ, ആ, പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയല്ലേ. അതാ പോയി ആന്റി ഓക്സിഡൻസ് ഒക്കെ ഓവർഫ്ലോ ആയി പോകും. ഓക്കെ. മധുവങ്ങളുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ജഗത് കുട്ട, എന്തോ പെർഫോമൻസ് എവിടെയായിരുന്നു? എവിടെ പോയി നിന്റെ But why? പെർഫോമൻസ്? But why? ഇവിടെ തളർത്തലൊന്നും വകവെക്കരുത് അതെ, അല്ലേ? വകവെക്കരുത്. നന്നായിട്ട് അങ്ങ് പെർഫോം ചെയ്തോളണം. ആ സ്റ്റേജ് അങ്ങ് കൈയടക്കണം, മനസ്സിലായില്ലേ? കാരണം ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു തളർത്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല മോനെ. ഇന്നത്തെ കാലത്ത് സ്റ്റേജിലൊക്കെ മധുവങ്ങൾ വരെ ഡാൻസ് ചെയ്തു തുടങ്ങി. ഈ ടോപ്പ് സിംഗർ സീസൺ 6 കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഡാൻസ് ചെയ്തിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങാൻ. ആ. മനസ്സിലായോ? മനസ്സിലായോ? ആ അപ്പൊ ഇന്ന് പാടിയതിൽ എനിക്ക് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല തുറന്ന് പാടിയെന്ന്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഉണ്ടായിരുന്ന പോലെയുള്ള ഒരു സ്ട്രെയിൻ ഇന്ന് അത്ര കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല. ഞാൻ വിചാരിച്ചു ആ ഹൈപ്പിച്ച് പോണ സ്ഥലത്തൊക്കെ കുറച്ചിങ്ങനെ സ്ട്രെയിൻ ഉണ്ടാവുന്നു. മറ്റേ പഞ്ചായത്ത് പാലം കയറി ചെക്കിംഗ് ഇല്ലാത്ത പോസ്റ്റിൽ എവിടെയൊക്കെ കുറച്ചിങ്ങനെ ഒരു ഫ്ലാറ്റ് ആവാനുള്ള ഒരു ടെൻഡൻസി പോലെ ഉണ്ടായിരുന്നു. പക്ഷെ രക്ഷപ്പെട്ടു. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഉഗ്രനായിരുന്നു. കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്യണം അപ്പോ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ജഗത് കിഷോർ ചന്ദ്രശേഖരന് ഇന്ന് 99 100. ചങ്ങിനി ചക്കക്കുരു ചെമ്മീനിട്ട് വരട്ടി ചെമനറിയാതെ ചക്കൻ ചട്ടി വടിച്ചേ സന്തോഷമായി ഇല്ലേ കുട്ടിക്ക്? മുഖമൊക്കെ ബ്രൈറ്റ് ആയി. അതെ, ചിരി കണ്ടോ? ജഗത് കുട്ടനാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ കേട്ടോ. ചെമ്മീനിട്ട് വരട്ടി ചെമനറിയാതെ ചക്കൻ ചട്ടി മിസ്റ്റർ ജഗത് കിഷോർ, എന്തോ അത് കണ്ടില്ലേ നിങ്ങൾ? കണ്ടു. ഞാൻ ഒന്ന് ഞെട്ടി. ഈ അടുത്ത് കണ്ടപ്പോഴാണ് നീ ഇത്ര സുന്ദരനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കൊള്ളാം.